Hi friends, എല്ലാവർക്കും Techispace Malayalamത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 21000 രൂപയ്ക്ക് പുറത്തിറങ്ങിയിരിക്കുന്ന ഷവോമിയുടെ ഏറ്റവും വില കുറഞ്ഞ 5G ഡിവൈസ് ആണ് Mi10i. ഈ ഒരു ഡിവൈസിന്റെ ഏറ്റവും വലിയ ക്യാമറ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 108 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഈ പറയുന്ന 108 മെഗാപിക്സലിന്റെ പെർഫോമൻസ്, ആ ഒരു ക്യാമറ പെർഫോമൻസ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ Mi10iയുടെ ഒരു ക്യാമറ പെർഫോമൻസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് Mi10iയുടെ ക്യാമറ റിവ്യൂയിലേക്ക് പോകാം. റിയർ സൈഡിൽ 4 ക്യാമറകളാണ് ഈ ഒരു ഫോണിലുള്ളത്. 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് നല്ല ക്വാളിറ്റി ഇമേജസ് എടുക്കുവാനായിട്ട് കഴിയും. നൈറ്റിലായാലും നല്ല ക്വാളിറ്റി ഇമേജസ് എടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. $108 മെഗാപിക്സലിൻ്റെ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്തിരുന്നു. 108 മെഗാപിക്സൽ മോഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് എടുക്കേണ്ടതുള്ളൂ. ഏകദേശം 27 MB ആണ് ഈ മോഡൽ എടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോസിൻ്റെ സൈസ്. അതിനുള്ള പെർഫോമൻസ് ഉള്ളതായി ഈ ചിത്രങ്ങൾക്ക് നമുക്ക് തോന്നുന്നില്ല. 8 MBയുടെ വൈഡ് ആംഗിൾ ലെൻസ് ഫോണിലുണ്ട്. അത് വെച്ച് ഒരു വലിയ ഫീൽഡ് ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയും. വൈഡ് ആംഗിൾ മോഡിലും നല്ല ഡൈനാമിക് റേഞ്ച് ഉള്ളതായി കാണുവാൻ കഴിഞ്ഞു. റിയർ സൈഡിൽ 2 MBയുടെ ഡെപ്ത് സെൻസർ ഉണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഇമേജസിൽ നല്ല ബൊക്കെ ആൻഡ് ബ്ലർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ഉള്ളതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റിയർ ക്യാമറ വെച്ച് 4K 30 FPS വീഡിയോയും 1080p 60 FPS വീഡിയോയും ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയും. നല്ല ക്വാളിറ്റി വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നൈറ്റിലായാലും നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കുവാനായിട്ട് കഴിയും. വൈഡ് ആംഗിൾ ക്യാമറ വെച്ച് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് എടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ് ഫോണിൽ അവൈലബിൾ ആണ്. അത് വെച്ച് വളരെ മികച്ച ചിത്രങ്ങൾ നൈറ്റിൽ എടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ക്യാമറ നൈറ്റ് മോഡിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സൂപ്പർ മാക്രോ മോഡ് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. വെറും 2 MP ക്യാമറയാണ് ഉള്ളെങ്കിലും നല്ല ഹെവി ഇമേജസ് എടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. വ്ളോഗ് മോഡ് എന്നൊരു മോഡ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് ക്ലിപ്സ് എടുത്ത് ഒരു ഓൾട്ടർനേറ്റീവായ രീതിയിൽ ക്യാമറ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് തരും. സാമ്പിൾ വീഡിയോ കണ്ടാൽ നമുക്ക് അത് മനസ്സിലാകും. $16 MBയുടെ സിംഗിൾ ഷൂട്ടറാണ് ഫ്രണ്ട് സൈഡിലുള്ളത്. അത് വെച്ച് നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ഡേ ലൈറ്റിൽ എടുക്കുവാനായിട്ട് കഴിയും. നൈറ്റിൽ വരുമ്പോൾ ആവറേജ് ക്വാളിറ്റി മാത്രമാണ് നമുക്ക് ഇമേജസിനെ കാണാനായിട്ട് സാധിച്ചത്. പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന ഇമേജസിലാണെങ്കിൽ നല്ല എഡ്ജ് ഡിറ്റക്ഷനും ഉണ്ട്. വീഡിയോസിൻ്റെ കേസിൽ 1080p 30 FPS വരെയാണ് മാക്സിമം വീഡിയോ എടുക്കുവാനായിട്ട് കഴിയുന്നത്. നല്ല മികച്ച വീഡിയോ ഡേ ലൈറ്റിൽ എടുക്കുവാനായിട്ട് കഴിയും. ലോ ലൈറ്റിൽ ക്യാമറ സ്ട്രഗിൾ ചെയ്യുന്നതായി കാണുവാൻ കഴിയും. ഓവറോൾ ഡേ ലൈറ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുവിധം നല്ല പെർഫോമൻസ് ആണ് Mi10iയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഡേ ലൈറ്റ് കണ്ടീഷനിലൊക്കെ നല്ല ഇമേജസും നല്ല വീഡിയോ ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ ലൈറ്റിലെ പെർഫോമൻസ് ആണ്. അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ക്യാമറ എടുത്ത് പറയുകയാണെങ്കിൽ വിവോ അല്ലെങ്കിൽ ഓപ്പോ ഡിവൈസുകളിലൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് സാംസങ് ആണെങ്കിലും നമുക്ക് നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു 20,000 രൂപ ബഡ്ജറ്റിൽ കിട്ടുന്നത്. പക്ഷെ എന്തായാലും എല്ലാം തികഞ്ഞ ഒരു ഫോൺ നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടില്ല. കാരണം ഇതിൽ ഓൾറെഡി 5G അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഫോൺ ആ ഒരു ബഡ്ജറ്റ് കിട്ടണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് 5G ചിപ്സെറ്റൊക്കെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ 5G ഡിവൈസുകളുടെ വില നമുക്ക് താഴേക്ക് കുറഞ്ഞു വരുന്നുള്ളൂ മാർക്കറ്റിൽ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു 5G ഡിവൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും Mi10i നല്ലൊരു ഡിവൈസാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിരുന്നത് 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പക്ഷേ നമുക്ക് ആ ഒരു 108 മെഗാപിക്സലിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിചാരിക്കുന്ന പെർഫോമൻസ് ഒന്നുമില്ല. ഒരു 48 മെഗാപിക്സൽ അല്ലെങ്കിൽ ഒരു മാക്സിമം 64 മെഗാപിക്സലിൻ്റെ ഷവോമി ഫോണുകളിൽ കാണുന്ന പെർഫോമൻസിനേക്കാളും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് ഈ 108 MBയുടെ ക്യാമറയിൽ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ OnePlus ഫിറ്റ്നസ് ബാൻഡിൻ്റെ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.